എക്സാമൊക്കെ ആയതുകൊണ്ട് കുറേ കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. ഇതെന്താണെന്നൊന്ന് ഗസ് ചെയ്തൊക്കെ. മീഷോന്നാണ് ഞാൻ സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ കുറേ കാലമായി ഇതൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. എൻ്റെ വിഷ് ലിസ്റ്റ് കിടന്നൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പോലെയുള്ള അധികം എല്ലാ ഗേൾസിനും ഇത് വിഷ് ലിസ്റ്റ് കിടക്കുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും. പിന്നെ ചിലരുടെ അടുത്തൊക്കെ ഉണ്ടാവും. ഞാൻ എന്തായാലും ഇന്നാണ് എൻ്റെ കയ്യിൽ എത്തുന്നത്. പിന്നെ ആ കാണുന്ന കൈ എൻ്റെ നൈബറുടെയാണ് കേട്ടോ. ഓൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. ഓൾ പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന്. ആടെ ആഗ്രഹിച്ച് കിട്ടിയ സാധനം ആയതുകൊണ്ട് തന്നെ നല്ല ആക്ര കാണിച്ചു തന്നെയാണ് ഞാൻ പൊട്ടിക്കുന്നതൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് മീഷോന്നാണ് വാങ്ങിച്ചതെന്ന്. വെറും 291 രൂപയേ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 291 രൂപയ്ക്ക് ഇത് നല്ല വെർത്തായിട്ടുണ്ട്. ബിക്കോസ് ഞാനത് പറയാൻ കാരണം തന്നെ ഇതിൽ അത്യാവശ്യം ജേർണൽ ചെയ്യേണ്ട ഏകദേശം ഒരുവിധം എല്ലാ സാധനവും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇതാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്ക് കേട്ടോ. ഞാനിത് ആ കവറൊന്ന് മാറ്റി നോക്കിയതാണ്. നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും കേട്ടോ. ഇത് സ്ക്വയർ പേജസ് വരുന്ന പേപ്പറാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രിൻറ്റ്സാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. സാധനങ്ങളൊക്കെ നമ്മളെ ജേർണൽ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കും കേട്ടോ. ഇതിൽ നമുക്ക് ഒരു സാധനം വേസ്റ്റ് ആവണില്ല. ബിക്കോസ് എല്ലാതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വാഷി ടൈപ്സ് ഉണ്ട്. പിന്നെ കുറേ ലിസ്റ്റ് നമുക്ക് നമ്മുടെ ജേർണലിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് നോട്ട് എഴുതാനുള്ള കുറച്ച് ഭാഗം, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ ഈ കാണിക്കുന്ന സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഒരു ജേർണൽ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. ഇതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാവും ജേർണലൊക്കെ ചെയ്യുമ്പോൾ. ഇതാ കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ട് നല്ല വിൻറ്റേജ് തീം തോന്നിക്കുന്ന കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇത് എന്തിനാണ് യൂസ് ആക്കുകയെന്ന് എനിക്കറിയില്ല. അറിയുന്നുണ്ടേ ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് സ്റ്റാമ്പ്സൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. 3 സ്റ്റാമ്പിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാമ്പല്ല, സ്റ്റിക്കറാണ്, സോറി. 2 സ്റ്റാമ്പും 2 സ്റ്റിക്കറും. പിന്നെ ബട്ടർ പേപ്പറിൽ വരുന്ന 2 സ്റ്റിക്കറും. ബട്ടർ പേപ്പറല്ല, ഞാൻ ബട്ടർ പേപ്പർ ഉണ്ടാക്കാറുണ്ട് എന്നിട്ടാണ് ഒട്ടിക്കാറ്. അത് മറ്റേ നെയിം സ്ലിപ്പിനൊക്കെ കിട്ടുന്ന ആ ഒരു പേപ്പറാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന നല്ല പേപ്പറാണ് കേട്ടോ. ഇത് ഒരു ബട്ടർ പേപ്പറിൻ്റെ തീമിൽ തന്നെ അങ്ങനത്തെ ഒരു ഷീറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിലുള്ള സാധനങ്ങൾ. പിന്നെ ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.